ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഓണത്തിന് പെട്ടെന്നിടാവുന്ന ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഇതൊന്നും വേണ്ടാത്ത, വിനാഗിരി വേണ്ട ഒരു കറിനാരങ്ങ അച്ചാർ ഇടാം. ഇതെല്ലാം ചേർത്തൊരു അച്ചാർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഒരു ബൗളിലേക്ക് ഇത് കറിനാരങ്ങ നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ചെറിയൊരു നാരങ്ങയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇട്ടത് കൊണ്ട് ഞാനിത് നിങ്ങളെ കാണിക്കാനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് കൂടിയിട്ടൊന്നുമില്ല. ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ചതുരത്തിൽ നമുക്ക് ശർക്കര വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിലൊരച്ച് മതി. അത് നമ്മൾ എടുക്കുന്നിടം നാരങ്ങയുടെ അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഒരു ഗ്ലാസ് ഇത് ശർക്കര ഒഴുക്കിയതാണ്. ഒരു ഗ്ലാസ്സില്ല, കുറച്ച്. അതൊന്ന് ഗ്രേവിക്കുള്ളതാണ് ഇത്. പാലക്കാടുകാർ സദ്യക്ക് ഇങ്ങനെയാണ് അച്ചാറിടുന്നത്. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി. ഇത് ഇത്രയും 3 പൊടികളെ നമ്മൾ ഇടുന്നുള്ളൂ. മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് ശർക്കര ഉരുക്കിയതും ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ എരിവും കളറും ഇതുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സൊന്നും വലുതായിട്ട് ഇതിനകത്തില്ല. ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി ചേർക്കുന്നില്ല, വിനാഗിരി ചേർക്കുന്നില്ല, ഇതൊന്നും ചേർക്കുന്നില്ല. എന്ന് വെച്ച് വേവിക്കുന്നില്ല എന്ന് പറഞ്ഞ് കയ്പൊന്നും അനുഭവപ്പെടുത്തൊന്നുമില്ല. നിങ്ങളത് ചെയ്ത് നോക്കി. ഇത് എപ്പോഴും നമ്മൾ ഒത്തിരി എണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പോൾ പെട്ടെന്ന് സദ്യക്ക് തലേന്നാണേലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പാണേലും അച്ചാറിടാൻ പാടാമെന്ന് തോന്നിയാൽ ഇങ്ങനെയൊന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇച്ചിരി ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വെച്ചാലും മതി. അത് കഴിഞ്ഞ് നമുക്ക് താളിച്ചൊഴിക്കാം. ഇതിപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്. ഇത് കണ്ട നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. ഇതിനൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഒഴിക്കുന്ന എണ്ണ, താളിക്കാൻ ഒഴിക്കുന്ന എണ്ണ എന്തായിരിക്കണം? നല്ലെണ്ണ ആയിരിക്കണം. നല്ലെണ്ണ ഒഴിച്ച് വേണം ഇത് താളിക്കാനായിട്ട് നമുക്ക് നല്ലെണ്ണ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. എത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ താളിക്കൽ മാത്രമേ ഉള്ളൂ. ഈ താളിക്കലിന് ഒരു കറി താളിക്കാൻ എത്ര സമയം വേണം നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതിയല്ലോ. ആ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരുപാട് സാധനമൊന്നും ചേർക്കുന്നില്ല. കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇത് ആ ചൂടോടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നാരങ്ങയിലേക്ക് ഒഴിക്കും. അതേ ഉള്ളൂ, നാരങ്ങ അച്ചാർ റെഡിയാവും. എണ്ണ ചൂടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് എന്തെങ്കിലും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. പിന്നെ നമ്മൾ പുതിയ തുടക്കക്കാരല്ലേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ ഈ ഓണത്തിന് ഇതൊരു വിഭവമാക്കി എടുക്കണം. ഞാൻ ഗ്യാരണ്ടി കയ്പില്ലെന്നുള്ളതിന്. ഞാൻ 2-3 വട്ടം ചെയ്ത് നോക്കി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇട്ടത് തന്നെ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടണം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇച്ചിരി കടുക് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ വെള്ളം ഒട്ടും തൊടാത്തിരിക്കുന്നത് കൊണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇതിപ്പം സദ്യക്ക് വിളമ്പാവുന്ന, ഇതൊരു 10 പേരുള്ളവർക്കാണെങ്കിൽ 10-15 പേർക്ക് ഈ അളവിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കഴിക്കത്തൊന്നുമില്ല. ഈ നാരങ്ങ കാണുമ്പോഴേ ആളുകൾ അയ്യോ ഇതിന് കയ്പാ, അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ മടിക്കുന്നതാണ്. ഉണ്ടാക്കാനും
ഉള്ള ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ആയിരുന്നു. വളരെ എളുപ്പം നമുക്ക് ചെയ്യുന്ന ആ ഒരു ഇതേ ഉള്ളൂ. എണ്ണയിലേക്ക് ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഒഴിക്കാൻ പോവാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് യോജിപ്പിച്ച്, ഇത് എണ്ണ കൂടിപ്പോയെന്നൊന്നും പറയണ്ട. ഇച്ചിരി എണ്ണ ഇരുന്നാൽ അച്ചാറിൻ്റെ ചൂട് ഇച്ചിരി കൂടെ കുറയ്ക്കാം. എനിക്ക് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പം നമ്മുടെ കൊതിയൂറുന്ന കറി നാരങ്ങ അച്ചാർ തയ്യാറായി. അപ്പോൾ വീഡിയോ വീണ്ടും ഞാൻ പറയുവാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്തൊരു വിഭവമായി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു. താങ്ക് യു.